ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടല്ലേ. ഒന്നും ഓവർ ആകരുത്. ഓവറായ കയ്യിന്ന് പോകും, അരോചകമാകും, എല്ലാവർക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും നമ്മളൊരു പരിധി വെക്കണം. അമിതമായാൽ അമൃതവും വിഷമെന്ന് പറയാറില്ലേ, അത് തന്നെ സംഭവം. ഇന്നിപ്പോ ഞാനിത് പറയാനൊക്കെ നമ്മുടെ ഗ്ലാമി ഗംഗയാണ്. അറിയാലോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്ലാമി ഗംഗയുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞെന്ന് മാത്രമല്ല, അതിനൊപ്പം കുറെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഗൃഹപ്രവേശനത്തിന്റെ സമയത്ത് ചെക്കന്റെ വീട്ടുകാർ മണിയർ ഒരുക്കാത്തതും മറ്റുമൊക്കെയായി ഒരുപാട് പ്രശ്നങ്ങൾ ഗംഗയുടെ ഫോളോവേഴ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രഥമ കാരണം ഗംഗ തന്നെയാണ് കേട്ടോ. കാരണം ഗംഗ ഇതെല്ലാം വ്ലോഗാക്കി ലോകം മുഴുവനും കാണിക്കുന്നത് കൊണ്ടാണല്ലോ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതും വിവാദം ഉണ്ടാക്കുന്നതും ഒക്കെ. ഒരു തരത്തിൽ നോക്കിയാൽ ഗംഗയും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയാലേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് മറ്റാരേക്കാളും കൂടുതൽ ഗംഗ അറിയുന്നുണ്ടാകും. ആള് കുറെ കാലമായാലും ഇവിടെ കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട്. ചിലപ്പോ വിവാദങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും നെഗറ്റീവ് റീച്ചിനും വേണ്ടി ഗംഗ തന്നെ വീഡിയോകളിൽ ചില പൊടിക്കൈകൾ ചെയ്യുന്നതാവാം. എന്തായാലും മണിയർ ഒതുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേക്കും അടുത്ത പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പുതിയ വിവാദമായി മാറിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വ്ളോഗിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എന്തൊരു നാച്ചുറാലിറ്റിയില്ലേ, അഭിനയിക്കുകയാണെന്ന് പറയേയില്ല. എന്നാലും ഇവരുടെ ഒരു ഗതികേട് നോക്കണം. ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീക്കണം, എന്നിട്ട് പോയി ക്യാമറ ഓൺ ആക്കണം, വീണ്ടും കിടക്കണം, ഉറങ്ങുന്ന പോലെ അഭിനയിക്കണം, എന്നിട്ട് പിന്നെയും എണീക്കണം, എണീക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെ അഭിനയിക്കണം. എന്തൊരു കഷ്ടപ്പാടാണല്ലേ. എല്ലാം നമുക്ക് അഭിനയിക്കാം, എന്നാലും ക്യാമറ വെച്ച് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെയൊക്കെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാൽ ഗതികേട് എന്നല്ലാണ്ട് എന്താ ഇപ്പൊ പറയാ. എന്തായാലും നല്ല ബോറായിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ആയാണ്ടാവും അല്ലെ. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ തൊട്ട് കാണിക്കണം എന്ന് ചിലപ്പോ വല്ല നിയമം ഉണ്ടാവും. എന്നാലും ക്യാമറ വെച്ച് വീണ്ടും പോയി കിടന്ന് അഭിനയിക്കുന്ന അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. അതും ചില്ലറ അഭിനയൊന്നുമല്ല. ചെക്കനൊക്കെ പെർഫോമൻസ് കാണണം. കഴിഞ്ഞിട്ടില്ല, ബാക്കിയുടെ കണ്ടോക്കാം. എന്തായാലും രണ്ടുപേർക്കും തീരെ വയ്യെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ എന്താ ഇതിലൊക്കെ പറയാ. ഇജാതി ക്രിഞ്ചിഷ്ടാൻ. എന്നാലും എങ്ങനെ സാധിക്കുന്നു എന്നാണ് എന്തോ. പിന്നെ ബെഡ്റൂമിലേക്ക് ക്യാമറ വെച്ച് ഇങ്ങനെ എണീക്കുന്നതും തുപ്പുന്നതും തൂറുന്നതും ഒക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത് വളരെ ബോറ് പരിപാടിയാണ് കേട്ടോ. ബോറെന്ന് പറഞ്ഞാൽ പരമ ബോർ. ഇതൊക്കെ എന്നാണ് ഇവർ മനസ്സിലാക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബോറ് തന്നെയാണ്. പിന്നെ എങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് അവസാനം നാട്ടുകാരെന്തെങ്കിലും കുറ്റം കണ്ടെത്തുമ്പോൾ അയ്യോ എന്നെ ജഡ്ജ് ചെയ്യുന്നേ, എന്നെ കുറ്റം പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരും. അതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. എന്തായാലും ബാക്കി കണ്ടുനോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അപ്പുവിന്റെ വീട്ടിലാണ്. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റതേ ഉള്ളൂ. ഉറക്കം എണീറ്റിട്ട് കുറച്ചു നേരമായി, ഒരു മണിക്കൂർ കേട്ടോ ഉറക്കം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഇവിടെ എനിക്ക് മെയിലൊക്കെ ചെക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അപ്പൂന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പുള്ളി വർക്കിലോട്ട് കയറി. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൂന് എന്താണ് ജോലി എന്നുള്ളത്. ഓൾറെഡി നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. പൊന്നെ എന്താണ് ജോലി എന്ന് ഗൈസ്. അപ്പുനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മിസ്റ്റർ വിഷ്ണു എന്നാണ്. അപ്പം ആദ്യം എനിക്ക് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പുന് പുറത്തുനിന്ന് വർക്ക് കിട്ടിയതിനു ശേഷം അപ്പുന് എഡിറ്റിംഗ് ഇല്ല. അപ്പൊ എനിക്കിപ്പം വേറെ ഉണ്ട്. എന്റെ എഡിറ്റർ വേറെ 2 പേരുണ്ട് എനിക്കിപ്പം. രണ്ട് എഡിറ്റർമാരോ എന്തിനാണോ എന്തോ. ക്യാമറ വല്ലയിടത്തും വെച്ച് നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കണ്ടന്റ് ആക്കുന്നതിന് എന്തിനാണ് ഇത്ര എഡിറ്റിംഗിന്റെ ആവശ്യം? ആ വീഡിയോ അതേപോലെ എടുത്ത് അപ്ലോഡ് ആക്കിയാൽ പോലെ. ആ എഡിറ്റർമാരുടെ ഒക്കെ ഒരു സുഖമാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ പണം നടക്കാണ്ട് പൈസ ഉണ്ടാക്കാമല്ലോ. എന്തായാലും ഇതിനുശേഷം മണിയർ വിവാദത്തെ കുറിച്ച് ഗംഗ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇനി എനിക്കിത് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, മേ ബി എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഇത് എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട്
നമ്മള് അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ ഇതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പ മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പൂന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയായിരുന്നു ചെയ്ത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞു ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കിടക്കായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട പോലെ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത്, ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്, വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്നതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം? എങ്ങനെയാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല അല്ലെ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഒരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള പരിപാടി വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജിങ് എന്ന പരിപാടി ആളുകൾ ഒരിക്കലും നിർത്താനും പോണില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആളുകൾക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഗംഗ തന്നെയാണ് ഗംഗയെ ജഡ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ആളുകൾ ഇങ്ങനെ എല്ലാത്തിനും ജഡ്ജ് ചെയ്യുന്നതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഗംഗ തന്നെ ഇന്ന് എന്നെ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞ് ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ ജഡ്ജ് ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ലക്ഷക്കണക്കിന് ആളുകളാണ് ഗംഗയുടെ ഓരോ വീഡിയോകളും കാണുന്നത്. ആ കൂട്ടത്തിൽ പലതരത്തിലും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് പബ്ലിക് ആക്കുമ്പോൾ അതൊക്കെ ആലോചിക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ അവസാനം വന്നിട്ട് അയ്യോ എന്നെ ജഡ്ജ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയും, സ്വാഭാവികമാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഗംഗ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു മണിയേറെ കാണിക്കുമ്പോൾ ആളുകൾക്ക് പല വിധത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഗ്ലാമി ഗംഗയെ പോലുള്ള ഒരു സെലിബ്രിറ്റിയുടെ മണിയേറയെ കുറിച്ച് ഗംഗയുടെ ഫോളോവേഴ്സിന് പല വിധത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ മര്യാദക്ക് ഒരു ബെഡ്ഷീറ്റ് പോലും വിരിക്കാത്ത ഒരു മണിയേറെ കണ്ടാൽ അവർ പ്രതികരിക്കും. കല്യാണ ചെക്കൻ ഇത്രയും ദിവസം ചിക്കൻ പോക്സ് ആയിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അത് ഗംഗ എവിടെയും പറഞ്ഞിട്ടുമില്ല. സോ ഗംഗയുടെ ഓഡിയൻസിന് മണിയർ ഇഷ്ടമായില്ല, അവരത് പറഞ്ഞു. പലരും പല വിധത്തിലുള്ള ആൾക്കാരാകും. സോ അവർ അഭിപ്രായം പറഞ്ഞപ്പോൾ പല വിധത്തിലാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുകയല്ല. ഈ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, മണിയറയിലൊന്നും വലിയ കാര്യമില്ല. പരസ്പരം സ്നേഹം ഉണ്ടാവുക, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നതിലാണ് കാര്യം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട എന്നും പറഞ്ഞതാണ്. പക്ഷേ ഈ കാര്യത്തിൽ തന്റെ ഓഡിയൻസിനെ ഗംഗ ഇത്രയും കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താനുള്ള അർഹതയൊന്നും ഗംഗയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി ഈ വ്ളോഗിന്റെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം നിന്നെ ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല, എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പൊ ഒരുവിധം ഗുളിക കഴിച്ചപ്പം വേദന കുറവുണ്ട്. അപ്പം ഇവിടെ ഇടിയപ്പം, മുട്ടക്കറിയും, മീൻകറിയും, മരിച്ചീനി, തോരൻ എന്നിവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഗ്ലാമി ഗംഗ പറയുന്നത് അല്ലെ? ചേച്ചി ഇതെല്ലാം രാവിലെ ഉണ്ടാക്കി വെച്ച് ജോലിക്ക് പോയി എന്നാണ് ഗംഗ പറയുന്നത്. എനിക്കിതൊന്നും ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയി നോക്കിയിട്ടില്ല. അമ്മയാണെങ്കിൽ വയ്യാതിരിക്കുകയുമാണ്. ഗംഗയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പലരും ഏറ്റെടുത്തിട്ടുണ്ട്. ശീലമില്ല എന്ന ന്യായം പറഞ്ഞ് എല്ലാറ്റിനും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണെന്നാണ് പലരും ചോദിക്കുന്നത്. ഒന്ന് എണീറ്റ് വന്ന് സഹായിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ചില കമന്റ്സ് വായിച്ചു നോക്കാം. ഇൻഡിപെൻഡൻസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഏണിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. അവനവന്റെ കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ശീലമില്ല എന്ന് പറയുന്നത് എവിടുത്തെ ഇൻഡിപെൻഡൻസി ആണ്? ഹോ, ആണായാലും പെണ്ണായാലും കാണിക്കേണ്ട ബേസിക് മാനേഴ്സ് ആണ് സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യുക എന്നത്. എണീറ്റ് പത്രത്തിന് മുന്നിൽ ഇരുന്നിട്ട് എല്ലാം ചേച്ചി ചെയ്യും, അമ്മക്ക് വയ്യാത്തോണ്ടാണ് എന്നൊന്നും അറിയില്ല എന്നും പറയുന്നത് ഗമല്ല, ഉളുപ്പുകേട് എന്നല്ല എന്താ അതിനൊക്കെ പറയാ. പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ വലിയ കാര്യമാണെന്ന്. ബോയ് ആയാലും ഗേളായാലും സ്വന്തം കാര്യമെങ്കിലും നോക്കാൻ അറിയണം. ഇൻഡിപെൻഡന്റ് ഉദ്ദേശിക്കുന്നതിൽ ഇതും പെടും. ഒന്നും ചെയ്യാൻ അറിയില്ല എങ്കിലും ചെയ്യുന്നവരെ കൂടെ നിന്ന് ഹെൽപ്പ് ആക്കിയാലും മതി, അതവർക്ക് സന്തോഷമാവും. ശീലമില്ലാത്ത കാര്യം ശീലിക്കണം. അലാറം വെച്ച് എണീച്ചിട്ടില്ലെങ്കിലും കൂടെ കൂടുന്നത് ഒരു രസമാവും. ചിലർക്ക് എല്ലാ പണിയും ചെയ്തില്ലെങ്കിലും കൂടെ കൂടിയേ തന്നെ സംതൃപ്തിയാവും. ഇങ്ങനെ നീളുന്നു കമന്റ്സ്. ഇത് ആക്ച്വലി ഗംഗയുടെ വീഡിയോക്ക് താഴെ വന്ന കമന്റ്സ് അല്ലേ കേട്ടോ. ആരും ഇനി അത് തെറ്റിദ്ധരിക്കേണ്ട. ഗംഗയുടെ ക്ലിപ്പ് എടുത്ത് വേറെ ഏതൊരു യൂട്യൂബ് ചാനൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വന്ന കമന്റ്സ് ആണ് ഇതെല്ലാം. അതെന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കമന്റ്സ് വരാനുള്ള കാരണം എന്താണ്? ഗംഗ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കെട്ട് എഴുന്നള്ളിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അതുകൊണ്ടാണല്ലോ അത് മറ്റു ചാനലുകാരെ എടുത്തു കൊണ്ടുപോയി അവരുടെ ചാനൽ ഇടുന്നതും അവിടെ ഗംഗയ്ക്ക് തെരുവിളി കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും തൽക്കാലം ഈ കാര്യത്തിൽ ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. അതൊക്കെ അവരായി അവരുടെ വീട്ടുകാരായി. പിന്നെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഗംഗ ആ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെല്ലാം ആയിട്ടുള്ളൂ. മൊത്തം
മൊത്തത്തിലൊന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കല്ലോ, എല്ലാം റെഡി ആയിക്കോളൂ. താങ്കൾ ഇത്രയും കാലം ജീവിച്ച സാഹചര്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സാഹചര്യത്തിലേക്കാണ് ഓരോ പെണ്ണും കല്യാണം കഴിച്ച് കയറി വരുന്നത്. സോ അവർക്ക് ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വന്ന പിറ്റേ ദിവസം തന്നെ വീട്ടിലെ മുഴുവൻ ജോലികൾ ചെയ്യണമെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കുറച്ച് ദിവസം അവരെ ഗസ്റ്റ് ആയിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. അതിനുശേഷം പതുക്കെ ടൈം കൊടുത്ത് അവരുടെ കംഫർട്ടിനനുസരിച്ച് എല്ലാം റെഡിയാക്കി എടുക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് വേണ്ടത്. പുത്തനച്ച് പുറപ്പുറം തോക്കുന്നതിന് നല്ലത് പതുക്കെ സെറ്റായി വരുന്നത് തന്നെയാണ്. പിന്നെ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടിയല്ലല്ലോ ഓരോ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെതായ രീതി എന്ന് പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആളുകൾക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഓരോന്നും വിട്ടുകൊടുത്തിട്ട് അവസാനം അയ്യോ എല്ലാവരും കൂടി എന്നെ ജഡ്ജ് ചെയ്യുന്നെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രേ ഉള്ളൂ. പ്രൈവറ്റ് ആക്കി വെക്കണ മൊമെന്റ്സ് എല്ലാം മാക്സിമം പ്രൈവറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.